ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടതുപോലെ ഹൗ ഐ ഗെയിൻ മൈ വെയിറ്റ്, എൻ്റെ വെയിറ്റ് ഗെയിൻ ജേർണിയുടെ ഒരു കുട്ടി വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ അതായത് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എൻ്റെ പഴയ വെയിറ്റ് എന്ന് പറയുന്നത് 44-45 ആ ഒരു റേഞ്ചായിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാനത് 54 കിലോ ആക്കിയേക്കാണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ബ്യൂട്ടി ബോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ എല്ല്, ഇതൊക്കെ നല്ലോണം ബൾജ് ചെയ്ത് നിൽക്കാൻ എനിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇപ്പം എനിക്കതൊന്നും അങ്ങനെ അങ്ങോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നില്ല. നമ്മൾ പുറത്ത് അവരുടെയൊക്കെ പോകുമ്പോഴത്തേന്, ഇപ്പോൾ പ്രത്യേകിച്ച് ഫാമിലി ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേന് ഈ എല്ലും ഇവിടുത്തെ ഈ എല്ലും കിടുമൊക്കെ കാണുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കുന്നത് എനിക്കൊന്നും തിന്നാൻ കൊടുക്കത്തില്ല എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ 54 ആക്കിയെങ്കിലും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് വെച്ചാൽ ഓട്സ് കഴിക്കുമായിരുന്നു നന്നായിട്ട്. എന്നും നൈറ്റിൽ ഓട്സ് കഴിക്കുമായിരുന്നു. അത് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞാൽ ഏത്തപ്പഴം ഞാൻ പണ്ട് കഴിക്കത്തില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ഏത്തപ്പഴം എന്നുള്ളത്. പക്ഷേ ഏത്തപ്പഴം നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. ഒന്നുകിൽ നെയ്യിലിട്ട് വഴറ്റിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നല്ല ഡ്രിങ്ക് ഉണ്ട്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഏത്തപ്പഴം തിന്നാൻ ഇഷ്ടമല്ലാതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ച് പുഴുങ്ങി കഴിക്കാം. പുഴുങ്ങി കഴിക്കാൻ നമുക്ക് മിക്കവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ ഞാൻ പണ്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉരുളൻകിഴങ്ങും പുഴുങ്ങിയതും ഏത്തപ്പഴമൊക്കെ അടിച്ചൊരു സ്മൂത്തി പോലെ സംഭവം, അതൊക്കെ ഞാൻ ഒത്തിരി കുടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഒരു വല്ല സ്മെല്ലാണ് ആ ഉരുളൻകിഴങ്ങ്, ആ പുഴുങ്ങിയ ഒരു മണമെല്ലാം. പക്ഷേ എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം ഞാൻ മൂക്ക് പൊത്തിയിട്ട് വരെ കുടിച്ചിട്ടുണ്ട്, ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഏത്തപ്പഴം നന്നായിട്ട് കഴിക്കും. നമ്മുടെ പാൽ ആദ്യം തിളപ്പിച്ച് ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഏത്തപ്പഴം ഫുള്ള്, പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തൊരു സ്മൂത്തിയാണ്. അത് സൂപ്പറാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അതുപോലെ നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ 1.5 സ്പൂണിൽ തവി ചോറാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൂട്ടാൻ നോക്കുക. അതായത് ഇപ്പം 1.5 ആണെങ്കിൽ അത് 2 ആക്കുക, 2, 3 ആക്കുക, അങ്ങനെ കൂട്ടി കഴിക്കുക. നമ്മുടെ ആ ഒരു റൊട്ടീനിൽ അതും ഉൾപ്പെടുത്തി അങ്ങനെ കഴിക്കാൻ നോക്കുക. അതൊക്കെ നമുക്ക് നല്ല ചേഞ്ചസ് കിട്ടും. നമ്മൾ ഇപ്പം കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് എത്രയാണോ അതിൻ്റെ അളവ് കൂട്ടുക. അതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ഡ്രിങ്ക് കഴിക്കുമ്പോൾ ഡെയിലി കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായിട്ട് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അതുപോലെ നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴത്തേനും കഴിച്ചു തുടങ്ങുമ്പോൾ ചിലർക്ക് 1 മാസം കൊണ്ട് റിസൾട്ട് കിട്ടാൻ, ചിലർക്ക് ഒരു 4 മന്തൊക്കെ എടുക്കും. നമ്മൾ എന്ത് ചെയ്യരുത്, നിർത്തരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളതാണ്. പകുതി ദിവസം നിർത്തിയിട്ട് പോയി എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് കഴിഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പോകരുത്, കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ചിലർക്ക് ഈ ഓട്സ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അങ്ങനെയുള്ളവർ ഓട്സ് സാധാപോലെ കാച്ചുക, അതിന് ശേഷം കുറച്ച് നെയ്യിൽ മുന്തിരിങ്ങ ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഓട്സിൽ ഒഴിച്ച് കൊടുക്കുക. മറ്റേ പായസം പോലെ, അത് സൂപ്പർ ടേസ്റ്റാണ്. സെയിം നമ്മൾ മറ്റേ വെർമസല്ലിയും അതുപോലെ പായസം അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കുടിക്കും. അതും നമുക്ക് നല്ലതാണ്, കാരണം അത് നെയ്യും കാരണം എല്ലാം ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ. പിന്നെ ഗൈസ്, നമ്മുടെ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് തിങ് ആണെന്ന് എക്സസൈസ്. അപ്പോൾ ഗൈസ്, 44 കിലോ ആയിരുന്നു ഞാൻ. 54 കിലോ ആയതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെയിറ്റ് ഗെയിൻ ജേർണി ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.